ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു എലിപ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: കൺസ്ട്രക്ട് ആൻ എലിപ്സ് ബൈ ഫോർ സെൻറ്റർ മെത്തേഡ്, മേജർ ആക്സിസ് 120 mm ആൻഡ് മൈനർ ആക്സിസ് 80 mm. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ മേജർ ആക്സിസും മൈനർ ആക്സിസും എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഫോർ സെൻറ്റർ മെത്തേഡിൽ ഒരു എലിപ്സ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമുക്കൊരു ഹൊറിസോണ്ടൽ ആക്സിസും ഒരു വെർട്ടിക്കൽ ആക്സിസും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് ആദ്യം തന്നെ വരയ്ക്കുകയാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ വരച്ചു. ഇനി നമ്മളൊരു സെൻറ്റർ പോയിൻ്റ് എടുത്ത് ഒരു സെൻറ്റർ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് അതിന് O എന്ന പേര് കൊടുത്ത് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ നീളം എന്ന് പറയുന്നത് 120 mm ആണ്. അപ്പോൾ 120 mm മാർക്ക് ചെയ്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിന് പേര് കൊടുക്കാം x1. ഈ x1 എന്നുള്ള ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ 120 mm മാർക്ക് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി 120 mm പകുതി നീളമായ 60 mm 60 mm നീളം എടുത്ത് O എന്ന പോയിന്റിനെ സെൻറ്റർ പോയിൻ്റായി വെച്ച് ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ 2 പോയിൻ്റ് കട്ട് ചെയ്യുകയാണ്. ആ 2 പോയിൻറ്റിന് നമുക്ക് A, B എന്നിങ്ങനെ പേര് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വെർട്ടിക്കൽ ആക്സിസും വരയ്ക്കണം. അപ്പോൾ നമുക്ക് പ്രൊട്ടാക്ടർ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എല്ലാം ഉപയോഗിച്ച് വരയ്ക്കാം. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കോമ്പസിൽ തന്നെ വരയ്ക്കാൻ പറ്റും. നമ്മളിതുപോലെ അളവെടുത്ത് വരയ്ക്കുകയാണ്. ഇനി നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ ആക്സിസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെർട്ടിക്കൽ ആക്സിസിന് y1 അങ്ങനെ പേര് കൊടുക്കാം. അതിന് ശേഷം ഈ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ 80 mm മൈനർ ആക്സിസ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 80 mm പകുതിയായിട്ടുള്ള 40 mm നമുക്ക് ലെങ്ത് എടുക്കണം. ഇനി നമ്മൾ 40 mm ലെങ്ത് എടുത്ത് അത് വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ്.
ഓക്കെ. ഇനി നമുക്കതിന് സി ഡി. ഇപ്പോൾ നമുക്ക് മേജർ ആക്സിസിലെ 2 പോയിൻറ്റും കിട്ടിക്കഴിഞ്ഞു, മൈനർ ആക്സിസിലെ 2 പോയിൻറ്റും കിട്ടിക്കഴിഞ്ഞു. മേജർ ആക്സിസ് 120 mm ആണ്, മൈനർ ആക്സിസ് 80 mm ആണ്. അടുത്തതായി എ എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിനെ നമുക്ക് ജോയിൻ ചെയ്യിക്കാം. ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞു. അടുത്തതായി ഒ എന്ന സെൻറ്റർ പോയിന്റിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം, അതായത് മേജർ ആക്സിസിൻ്റെ പകുതി വരെയുള്ള ദൂരം എടുത്ത് ആ ദൂരത്തിനെ റേഡിയസായി വെച്ച് നമുക്ക് വൈ എന്ന ആക്സിസ്, അതായത് വെർട്ടിക്കലായിട്ടുള്ള ആക്സിസിലൂടെ പാസ് ചെയ്യുന്നു പോകുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കാം. ഒരു ആർക്ക് വരച്ചു. ഓക്കെ. ഇനി ഈ ആർക്ക് പോയി വൈ ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യണത് ആ ഒരു പോയിന്റിനെ നമുക്ക് ഇ എന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം സിയിൽ നിന്നും ഇ വരെയുള്ള ദൂരം നമ്മളെടുത്ത് സി എന്ന പോയിന്റിനെ സെൻറ്റർ പോയിൻ്റായി വെച്ച് ഒരു ആർക്ക് വരയ്ക്കാം. ഇപ്പോൾ ഈ ആർക്കിനെ നമുക്ക് ഈ ആർക്ക് വന്ന് എ സി എന്ന ലൈനിൽ വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ആ പോയിന്റിന് നമുക്ക് എഫ് എന്ന് പേര് കൊടുക്കാം. എഫ്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എ എഫ് എന്ന് പറയുന്ന ആ ഒരു ലൈന് പെർപെൻഡിക്കുലറായി ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിനുവേണ്ടി നമുക്കൊരു കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ എ എന്ന ബിന്ദുവിൽ ടച്ച് ചെയ്ത് എയിൽ നിന്നും എഫ് വരെയുള്ള നീളം എടുത്ത് 2 ആർക്ക് വരയ്ക്കുകയാണ് ഇങ്ങനെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇനി ഈ ക്രോസ് മാർക്ക് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ലൈൻ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കാണാം പുതിയതായിട്ടൊരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെയാണ് ഡി എങ്കിൽ ആ ഡി എന്ന പോയിന്റിന് കുറച്ച് താഴെയായി നമുക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കിട്ടിയ പോയിൻ്റായ എ എഫ് എന്ന ലൈനിൽ ടച്ച് ചെയ്യണ പോയിന്റിന് നമുക്ക് ജി എന്ന പേര് കൊടുക്കാം. എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ആൽഫബറ്റിലല്ല പേര് കൊടുക്കുന്നത്. ബിക്കോസ് ഈ 2 പോയിന്റ് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ നമ്മളിപ്പോൾ ഏത് മെത്തേഡിലാണ് നമ്മൾ എലിപ്സ് വരയ്ക്കാൻ പോകുന്നത്? 4 സെൻറ്റർ മെത്തേഡാണ്. അപ്പോൾ 4 സെൻറ്റർ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 4 സെൻറ്റർ പോയിന്റുകളെ അടിസ്ഥാനമാക്കി വരയ്ക്കുന്ന എലിപ്സ് ആയതുകൊണ്ടാണ് ഇതിന് 4 സെൻറ്റർ മെത്തേഡ് എന്ന നെയിം വന്നത്. അപ്പോൾ ആ 4 സെൻറ്റർ പോയിന്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ സ്റ്റെപ്സ്. അപ്പോൾ അതിലെ 2 പോയിന്റുകളാണ്
ഇതും ഇതും. ആ ലൈൻ, ആ പെർപെൻഡിക്കുലർ ലൈൻ, എയ്ക്കും എഫിനും നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ, ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് മേജർ ആക്സിസിലും ടച്ച് ചെയ്യുന്നുണ്ട്, മൈനർ ആക്സിസ് ആയ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ 1 എന്ന് പേര് കൊടുത്തു. വെർട്ടിക്കൽ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ 2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇത് ആ 4 സെൻറ്ററുകളിലെ 2 സെൻറ്റേഴ്സാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 സെൻറ്റർ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ ഒ എന്നുള്ള സെൻറ്റർ പോയിന്റിൽ നമ്മൾ കുത്തി 1 എന്നുള്ള പോയിന്റ് വരെയുള്ള ദൂരം അളന്ന് 1 എന്നുള്ള പോയിന്റ് വരെയുള്ള ദൂരം അളന്ന് അതേ പോയിന്റ് നമുക്ക് ഇവിടെയും വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒയിൽ നിന്നും 2 വരെയുള്ള ദൂരം അളന്ന് അതേ ദൂരം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് മുകൾ ഭാഗത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ 2 പോയിന്റിന് നമുക്ക് എന്ത് കൊടുക്കാം? 3, 4 എന്നിങ്ങനെ പേര് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 4 സെൻറ്റർ മെത്തേഡിലെ 4 സെൻറ്ററുകൾ കിട്ടിക്കഴിഞ്ഞു. 1, 2, 3, 4. ഇനി ഇവ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. കുറച്ച് എക്സ്റ്റെൻഡ് ആയിരുന്നോട്ടെ, കാരണം ഇത് ബേസ് ചെയ്താണ് നമ്മൾ എലിപ്സ് വരയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലൈനും പാരലൽ. അതുപോലെ ഈ ലൈനും പാരലൽ. പാരലൽ ടു ഈച്ച് അതർ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ. ഈ ഡയമണ്ട് ഷേപ്പിലുള്ള എല്ലാ ലൈൻസും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ലൈൻസിന് പാരലൽ ടു ഈച്ച് അതർ. ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എലിപ്സ് വരയ്ക്കാനുള്ള അവസാന സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 സെൻറ്ററുകളാണ് ഇതെന്ന് പറഞ്ഞു. 1, 2, 3, 4. 4 സെൻറ്റർ മെത്തേഡിൽ 4 സെൻറ്ററുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് എലിപ്സ് വരയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ 4 സെൻറ്ററുകളാണ് 1, 2, 3, 4. ഇനി ഈ സെൻറ്ററുകളിൽ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റായി വെച്ച് നമ്മൾ വരയ്ക്കുന്ന ആർക്കുകളാണ് ലാസ്റ്റ് എന്തായി മാറുന്നത്? എലിപ്സായി മാറുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മുടെ മേജർ ആക്സിസ് എത്രയാണ്? 120 mm ആണ്. അപ്പോൾ ആ 120 mm വരെയുള്ള ദൂരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതായിരിക്കും എലിപ്സിൻ്റെ എൻഡ് എന്ന് പറയാം. എയും ബിയും എൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ മൈനർ ആക്സിസ് ഏതാണ്? ഡി ആണ്. ഡിയും സിയുമാണ് മൈനർ ആക്സിസിൻ്റെ പോയിന്റുകൾ. അപ്പോൾ നമ്മുടെ എലിപ്സ് എ, സി, ബി, ഡി ഈ പോയിന്റുകളിലൂടെ കടന്നു പോകുന്നതാവണം എന്ത്? നമ്മുടെ എലിപ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എലിപ്സ് മാത്രം ഒന്ന് ജസ്റ്റ് ബോൾഡായി വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ടുള്ള 1 നമ്മൾ ടച്ച് ചെയ്ത് എ എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുകയാണ്. ഇതേ ദൂരം തന്നെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള 3യിൽ നിന്നും ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇതേ ദൂരം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അതും ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇനി അടുത്ത 2 പോയിന്റുകളായ 2ഉം 4നെയും
സെൻറ്റർ പോയിൻ്റായി വെച്ച് നമ്മൾ ആർക്ക് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 2 എന്ന പോയിന്റിൽ നമുക്ക് വയ്ക്കാം. 2 എന്ന പോയിന്റിനെ സെൻറ്റർ പോയിൻ്റായി എടുത്ത് സി എന്ന ബിന്ദുവിലൂടെ പാസ് ചെയ്യത്തക്ക രീതിയിൽ, അപ്പോൾ സി വരെയുള്ള ദൂരം എടുത്ത് നമ്മളൊരു ആർക്ക് വരയ്ക്കുകയാണ്. കണ്ടോ, കറക്റ്റായി ഇവിടെ വന്ന് ടച്ച് ആവും. അതേ ദൂരം തന്നെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവുക. പക്ഷേ സെൻറ്റർ പോയിൻ്റ് ഏതായിരിക്കും? പലർക്കും ഉള്ള കൺഫ്യൂഷനാണ്. സെൻറ്റർ പോയിൻ്റ് സിയിൽ കൊണ്ടുവച്ച് താഴത്തൂടെ വരയ്ക്കും. സെൻറ്റർ പോയിൻ്റുകൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ 4 സെൻറ്റർ മെത്തേഡിലെ 4 സെൻറ്റർ പോയിൻ്റുകൾക്ക് 1, 2, 3, 4 എന്ന് നമ്മൾ യഥാക്രമേണ നെയിം കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് 4 എന്ന പോയിന്റിൽ വയ്ക്കാം. അതിനുശേഷം ഡി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്കൊരു എലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയമെൻഷൻ കൊടുക്കലാണ്. അപ്പോൾ നമുക്ക് മേജർ ആക്സിസിന് 60 120 mm ആണ് ഡയമീറ്റർ അല്ല ലെങ്ത്ത് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ സെൻറ്ററിൽ നിന്നും ജസ്റ്റ് ഇതുപോലെ ലൈൻ വരച്ച് ഡയമെൻഷൻസ് ലൈൻ വരച്ച് അതിൻ്റെ ഡയമെൻഷൻ കാണിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് ടോട്ടൽ 120 ആണെങ്കിൽ എയിൽ നിന്നും ഒ വരെയുള്ള ദൂരം 60 mm ആണ്. അപ്പോൾ 60 എന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ബി വരെയുള്ള ദൂരം ജസ്റ്റ് കൊടുത്തു, ഡയമെൻഷൻ ലൈൻ വരച്ചു. ഓക്കെ, അതിനുശേഷം ആരോ ഹെഡൊക്കെ 1:3 ആ സൈസിൽ വരച്ച്, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 60 120. അടുത്തത് എന്താണ്? മൈനർ ആക്സിസ് ആണ്. മൈനർ ആക്സിസിൻ്റെ നീളം എന്ന് പറയണത് എത്രയാണ്? 80 ആണ്. അപ്പോൾ അതും നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. ആരോ ഹെഡൊക്കെ 1:3 എന്നുള്ള സൈസിൽ വരയ്ക്കുക, പ്രോപ്പറായിരിക്കണം. അതിനുശേഷം ഈ ഹൈറ്റ് 40 mm മാർക്ക് ചെയ്തു. ഇനി ടോട്ടൽ ലെങ്ത്ത് 80 mm ആണെന്നറിയാം. അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ 80 mm എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡയമെൻഷൻസിനെ അത് ക്രോസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു ഡയമെൻഷൻ കൊടുത്താൽ മതി, 40 mm എന്ന് കൊടുത്താൽ മതി. ഇവിടെ നേർപകുതിയായിട്ടുള്ള 60 mm കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ ലെങ്ത്ത് 120 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 40 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് 4 സെൻട്രിക് മെത്തേഡിൽ ഒരു എലിപ്സ് വരച്ച് അതിൻ്റെ ഡയമെൻഷൻസ് പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യണത്.